മുൻ പോലീസ് ഉദ്യോഗസ്ഥ ആർ ശ്രീലേഖ പോക്സോ കേസിൽ അറസ്റ്റിൽ. എന്തിനാണ്? ചെറിയ കുട്ടികളെ പീഡിപ്പിച്ചതിനാണോ? അല്ല, പിന്നെ BJPയുടെ നേതാവും മുൻ പോലീസ് ഉദ്യോഗസ്ഥയുമായ ആർ ശ്രീലേഖ അറസ്റ്റിൽ. എന്തിനാണ് ആർ ശ്രീലേഖ അറസ്റ്റിലായത്? ചെറിയ കുട്ടികളെ പീഡിപ്പിച്ചതിനാണോ? അല്ല, പിന്നെ ജെഫ്രിൻ എസ്റ്റിൻ ഫയലിൽ പേര് വന്നിട്ടുണ്ടോ? അല്ല, പിന്നെ എന്തിനാണ് ആ ശ്രീലേഖ അറസ്റ്റിലായത്? പോക്സോ കേസ് എന്ന് വെച്ചാൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാത്രമല്ലേ പോക്സോ കേസ് ചാർജ് ചെയ്യുന്നത്? അത്തരം ഒരു കേസ് എങ്ങനെയാണ് ആ ശ്രീലേഖയുടെ മേലെ വന്നത്? അവർ ഒരു BJP നേതാവല്ലേ? ഇവർക്ക് ഇത് തന്നെയാണോ പണി? പറയടോ സത്യം, പറയാൻ. ഞാൻ പറയാം, ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കേൾക്കണേ പ്ലീസ്. അതിജീവിതകളുടെ പേര് വെളിപ്പെടുത്തിയതിൽ മുൻ DGPയും BJP നേതാവുമായ ആർ ശ്രീലേഖയ്ക്കെതിരെ കേസ്. സസ്നേഹം ശ്രീലേഖ എന്ന യൂട്യൂബ് ചാനലിലൂടെ ഇരയുടെ പേര് വെളിപ്പെടുത്തിയതിൽ പോക്സോ വകുപ്പ് ചുമത്തി മ്യൂസിയം പോലീസാണ് കേസെടുത്തത്. അക്ഷയ കൃഷ്ണാനന്ദ് ചേരുന്നു. അക്ഷയ, ശ്രീലേഖ എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ ഒരു പ്രതിനിധിയാണ്, മുൻ DGPയാണ്. അങ്ങനെ ഒരാൾക്ക് ഇതുപോലൊരു സെൻസിറ്റീവ് വിഷയങ്ങളിലുള്ള നിയമവശങ്ങളെ കുറിച്ച് അറിയാത്തതല്ലോ. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു നീക്കം? ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഒരുപാട് തവണ ഈ സസ്നേഹം ശ്രീലേഖ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെ കൂടുതലായി വന്ന സമയത്താണ് അതിജീവിതകളുടെ പേര് പല കേസുകളിലും, പല നിർണായകമായിട്ടുള്ള കേസുകളിലും, പല പീഡന കേസുകളിലെയും അതിജീവിതകളുടെ പേരുകൾ ഈ യൂട്യൂബ് ചാനലിലൂടെ ഇത്തരത്തിൽ വെളിപ്പെടുത്തിയത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യാവകാശ സംഘടന ആ ഒരു സംഘടനയാണ് ഈ ശ്രീലേഖയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഒരു പരാതിയുമായി തിരുവനന്തപുരം മ്യൂസിയം പോലീസിനെ സമീപിച്ചത്. എന്നാൽ മുൻ DGP ആയിരുന്ന ശ്രീലേഖയുടെ ചില ശക്തമായിട്ടുള്ള സ്വാധീനത്തെ തുടർന്നൊന്നും തന്നെ FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ഇന്നാണ് എന്തായാലും FIR രജിസ്റ്റർ ചെയ്യുന്നത്. അതിൽ ശ്രീലേഖയ്ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഈ അതിജീവിതമാരുടെ പേരുകൾ യൂട്യൂബിലൂടെ സസ്നേഹം ശ്രീലേഖ എന്ന യൂട്യൂബ് ചാനലിലൂടെ പേരുകൾ ഇതാണ് പരാതി. അതിലാണ് കേസെടുത്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഇരകളുടെ പേര് നമ്മൾ പറയുന്ന സമയത്ത് ഇരകളെ തിരിച്ചറിയുന്ന വിധത്തിലുള്ള മാതാപിതാക്കളുടെ അടക്കമുള്ള പേരും വെളിപ്പെടുത്തിയെന്നും ആ FIR-ൽ പറയുന്നുണ്ട്. 2022 ഓഗസ്റ്റ് 14 സംപ്രേഷണം ചെയ്ത എപ്പിസോഡിലായിരുന്നു ചില കേസുകളെയും അതിലെ ഇരകളെ കുറിച്ചും ഒക്കെ തന്നെ പരാമർശിക്കുന്നതെന്നും FIR-ലുണ്ട്. എന്തായാലും പോക്സോ വകുപ്പുകൾ അടക്കം ചുമത്തിയാണ് ശ്രീലേഖയ്ക്കെതിരെ നിലവിൽ കേസെടുത്തിരിക്കുന്നത്. Ha 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 ha!